ഞാൻ കുറെ ചിരിച്ചു, കുറെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്താ ഞങ്ങളത് വഴക്ക് തർക്കങ്ങൾ ആർഗ്യുമെന്റ് ഗെയിം പരമായി ഞങ്ങൾക്ക് പല രീതിയിലാണെങ്കിൽ അത് കഴിഞ്ഞു. നിങ്ങൾ കണ്ടോല്ലോ എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറെ മൊമെന്റ്സ് ഉണ്ട്. ബിഗ് ബോസിലേക്ക് ഒരു മെയിൻ ആവാനെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞായിരുന്നു ഇത് എൻജോയ് ചെയ്യണം ഈ ഒരു 3 മാസം. അത് ഞാൻ പക്ക ചെയ്തെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഞാൻ കുറെ ചിരിച്ചു, കുറെ ഒരു ബെസ്റ്റ് മൊമെന്റ്സ് ഓഫ് ലൈഫ് എനിക്ക് സ്ട്രേറ്റ് അവേ പറയാം. ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻസ് എന്താ എനിക്ക് ഫ്യൂച്ചർ പ്ലാൻസ് എന്താ വെച്ചാൽ എന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ബിഗ് ബോസ് എന്റെ ഒരു ഭയങ്കര ഡ്രീം ആയിരുന്നു. ഞാനൊരു എന്താ പറയുക ഒരു ചലഞ്ച് വെച്ച് വെക്കുന്ന പേഴ്സൺ ആയിരിക്കും. ഇന്ന പ്രായത്തിൽ ഞാൻ 10ാം സെമിസ്റ്റർ കോട്ടയം ബോഡി ബിൽഡിംഗ് ചെയ്തിട്ടുണ്ട്, ജൂഡോ സ്റ്റേറ്റ് പ്ലെയർ ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു ഇതുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് ബിഗ് ബോസ് എനിക്കൊരു കുറെ വർഷമായിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അത് കയറുക, അതിൽ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുക, എൻ്റെ ഒരു ബെസ്റ്റ് കൊടുക്കുക എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അത് ഞാൻ ആ ഫേസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി ഇറങ്ങി ഞാൻ വിചാരിക്കുന്നു. ദെൻ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള ചോദ്യം എനിക്കുണ്ടായിരുന്നു അതിനകത്ത് വെച്ചിട്ട്. ആക്ടിങ് ഓഫ്കോഴ്സ് എനിക്ക് ആക്ടർ ആവാനുണ്ട്. പിന്നെ ആക്ടിങ്ങിൽ തന്നെ ഒരു ഹീറോ അങ്ങനൊന്നും അല്ല. ഏതൊരു കിട്ടിയാലായിട്ട് ബെസ്റ്റ് ആക്കുക. ആക്ടിങ് മാത്രമല്ല, ബെറ്റർ ഹ്യൂമൻ ബീങ്. അതിപ്പം ഏത് രീതിയിലാണെങ്കിലും ഇപ്പം ലാൽ സാർ എപ്പോഴും ഒരു ക്ലെൻസിങ് നടക്കുന്നൊരു പ്ലേസ് ആണ് ബിഗ് ബോസ്. ഓഫ്കോഴ്സ് അത് എനിക്കും നടന്നിട്ടുണ്ട്. സോ മുമ്പോട്ട് കാണാം. ആദ്യം ചോക്ലേറ്റ് ബോയ് ആയിരുന്നു. വലിയൊരു പ്ലാറ്റ്ഫോമിലെ റണ്ണറപ്പ് ആണ്. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. വെരി താങ്ക് യു. ബിഗ് ബോസിൽ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ കൺട്രോളിങ്. എനിക്കറിയില്ല. ആങ്കർ മാനേജ്മെന്റ് നന്നായിട്ട് പഠിച്ചു. എനിക്ക് വരാനാണോ എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് അങ്ങനെ ആരും വന്നിട്ടില്ല. ബട്ട് എനിക്കങ്ങനെ പുറത്തോട്ട് അങ്ങനെ വന്നിട്ടില്ല. എൻ്റെ പുറത്തെ പേഴ്സണാലിറ്റി ആണെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചത് പോകണം ആങ്കർ മാനേജ്മെന്റ്. പിന്നെന്തുവാ, സ്റ്റേ പോസിറ്റീവ്, അത്രേ ഉള്ളൂ. ഓരോ ടാസ്കിൽ നമ്മൾ ജയിക്കും തോക്കും അതൊന്നും മാറ്റർ ആക്കുന്ന കാര്യമില്ല. ഗിവ് ദ ബെസ്റ്റ് ലൈഫിലാണെങ്കിലും. ഇപ്പം ബിഗ് ബോസ് മാത്രമല്ല, ലൈഫിൽ ഓരോ ഫേസസിൽ നമ്മൾ ഓരോന്ന് മുമ്പോട്ട് കാണാറുണ്ട്. അപ്പൊ അതിൽ ജയവും തോൽവി വരും. അതിലൊന്നും സങ്കടപ്പെടാൻ പാടില്ല. ഇന്ന് ഇത് പോയാൽ മറ്റൊന്ന് വരും എന്നുള്ള കാഴ്ചപ്പാടത്തിന് മുമ്പോട്ട് ജീവിച്ചാൽ സക്സസ്ഫുൾ ആവും. ഏറ്റവും മികച്ച ഒരു സീസൺ ആയിട്ട് ഈ സീസൺ കാണുന്നു. ഞാനിത് ഭയങ്കര ഫാനാണ് ആക്ച്വലി ബിഗ് ബോസിന്. എന്റർടൈൻ ചെയ്യും. അപ്പൊ ഈ എല്ലാ മൊമെന്റ്സും പുറത്തിരുന്ന് കാണുമ്പോഴത്തേനും ഭയങ്കര TRP റേറ്റിംഗ് കൂടുതലെന്ന് പറഞ്ഞു. സോ എനിക്കും കുറെ മൊമെന്റ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ എൻജോയ്. സോ പ്രേക്ഷകരും എൻജോയ് ചെയ്യുന്ന പ്രതീക്ഷ. അതുകൊണ്ട് സക്സസ്ഫുൾ ആണെന്ന് എല്ലാവരും പറയുന്നു. സോ ഓഫ് കോഴ്സ് എനിക്കറിയില്ല, എല്ലാവരും പറയുന്നു. ഞാൻ പുറത്ത് ഇന്ന് രാത്രി കയറി ഇറങ്ങി എനിക്ക് വന്നേ ഉള്ളൂ.